പെരിന്തൽമണ്ണ സഹകരണ സർക്കിൾ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും ലീഗും രണ്ട് വഴിക്കാണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെയാണ് പൊതുവെ നടന്നു വരുന്നത്. അപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നു വരികയാണ്. മുസ്ലിം ലീഗിൻ്റെ സംഘടന അവരുടെ ആളുകളെല്ലാം നമ്മോട് പറഞ്ഞത്, ഇത് കോൺഗ്രസ് എല്ലാവരും പരസ്പര ധാരണയുണ്ട്, എല്ലാവരും സഹകരിച്ചാണ് പോകുന്നത്. അപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത് എന്ന് അവരാണ് ചിന്തിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പെരിന്തൽമണ്ണ ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അറഞ്ഞിക്കൽ ആനന്ദൻ വൺ ന്യൂസിനൊപ്പം ചേരുകയാണ്. അപ്പോൾ ലീഗിന്റെ CEO അതിന്റെ ഭാരവാഹികളൊക്കെ പറഞ്ഞത്, കോൺഗ്രസിലെ എന്തോ ഒക്കെ കാര്യങ്ങൾ കൊണ്ടാണ് അവരിങ്ങനെ മാറി നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ കോൺഗ്രസിനെ എന്താ പറയുക, ലീഗ് ഒഴിവാക്കിയതാണോ അതേ നിങ്ങൾ ബഹിഷ്കരിച്ച് പോകുന്നതാണോ? CEO-കാരൻ പറഞ്ഞതിന് മറുപടി ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം UDF സംവിധാനം, UDF-ന്റെ നേതാക്കന്മാർ കൂടിയിരുന്ന് എടുത്ത തീരുമാനമാണ് സ്റ്റാറ്റസ് കോ നിലനിർത്തി മുന്നോട്ട് പോകുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായി ഞങ്ങളും ലീഗ് 3ഉം കോൺഗ്രസ് 2 മത്സരിക്കാൻ തീരുമാനിച്ചു. അതിൽ അവർ പറഞ്ഞൊരു ആരോപണം എന്ന് പറയുന്നത്, നിലവിലുണ്ടായിരുന്ന ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഡയറക്ടറെ ഞങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതിൻ്റെ മുന്നേയും ഞങ്ങൾ അതിൽ മത്സരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആരാധനായ ഞങ്ങളുടെ മരിച്ചുപോയ മുൻ വൈസ് ചെയർമാൻ KP രവി ഈ സർക്കിൾ യൂണിയൻ്റെ ഒരു ഡയറക്ടറായിരുന്നു. കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് 2 ഉണ്ടായിരുന്നു, അവർക്ക് 3 ഉണ്ടായിരുന്നു. അങ്ങനെ കാലങ്ങളായി അങ്ങനെ തന്നെയാണ് പോകാറുള്ളത്. ഇതിൽ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ച് സ്റ്റാറ്റസ് കോ നിലനിർത്തി മുന്നോട്ട് പോയപ്പോൾ അത് ഉൾക്കൊള്ളാണ്ട് ആ സ്റ്റാറ്റസ് കോ എന്ന് പറയുന്ന UDF-ന്റെ നേതാക്കന്മാരുടെ ആ തീരുമാനം അംഗീകരിക്കാതെ ജില്ലാ സെക്രട്ടറിയുടെ ഏകാധിപത്യ നിലപാടാണ് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ താലൂക്കിൽ എടുത്ത തീരുമാനം അവർക്ക് നടപ്പിലാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ജില്ലാ കമ്മിറ്റിയെ അറിയിക്കണം, UDF ജില്ലാ കമ്മിറ്റിയെ അറിയിക്കണമായിരുന്നു. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അങ്ങനെ തീരുമാനം എടുക്കാതെ ഏകപക്ഷീയമായി ജില്ലാ സെക്രട്ടറി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇത് പോയത്. ജില്ലാ സെക്രട്ടറി മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ തീരുമാന പ്രകാരമാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF സംവിധാനം എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ UDF സംവിധാനം ഒന്നിച്ചാണ് ഞങ്ങൾ നോമിനേഷൻ കൊടുത്ത്. ഞങ്ങൾ 3 കോൺഗ്രസും 3 ലീഗും 2 കോൺഗ്രസ് അടക്കം ആളുകൾ സർവീസ് സഹകരണ ബാങ്കിൽ കൂടിയിരുന്ന് എല്ലാവരും ഒന്നിച്ചിട്ടാണ് നോമിനേഷൻ കൊണ്ടേ കൊടുത്തത്. അതിന് വിരുദ്ധമായിട്ട് തീരുമാനമെടുത്തത് ജില്ലാ നേതൃത്വമല്ല, ലീഗിന്റെ ജില്ലാ സെക്രട്ടറി മാത്രമാണ്. അതിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് അങ്ങനെ തീരുമാനം എടുക്കും, അവരുടെ തീരുമാനമാണ്. അത് അവർ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. ഞങ്ങൾ അറിയിക്കണം, കോൺഗ്രസിന്റെ ആളുകൾ അറിയിക്കണം, ഇങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത് ചർച്ച നടത്തി ഒരു പുനരാലോചന നടത്തണമെന്ന് പറയേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് പറയാതെ ഏകപക്ഷീയമായി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി ഇങ്ങനെ സംഭവം ഉണ്ടായത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. MLA അടക്കമുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുള്ളത്. മഞ്ഞാങ്കുഴി അലി സാഹിബിന്റെയും നജീബ് സാഹിബിന്റെയും നിർദ്ദേശപ്രകാരം തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഞങ്ങൾ അതിൽ ഒരു വിട്ടുവീഴ്ച പ്രഭാവം ഉണ്ടാക്കി എന്ന് പറയുന്നില്ല. MLA-മാരുടെ നേതൃത്വത്തിൽ എടുത്ത ഒരു തീരുമാനത്തിനെ ഇങ്ങനെ മാറ്റിമറിക്കുക എന്ന് പറഞ്ഞാൽ അതെവിടെ നിന്നുള്ള മാറ്റിമറിക്കല? അതാ ഞാൻ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ സംവിധാനത്തെ തകർക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഇവിടെ എടുത്തിട്ടുള്ളത്. താലൂക്കിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഈ താലൂക്കിലെ പെരിന്തൽമണ്ണ നിയോജകമണ്ഡലം, അതേപോലെ തന്നെ മങ്കട നിയോജകമണ്ഡലം അടക്കമുള്ള ഏരിയ വരുന്ന ഒരു സാധനമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇതിന് തീരുമാനമെടുത്തിട്ടുള്ളത് പെരിന്തൽമണ്ണയിലാണ്. പെരിന്തൽമണ്ണയിൽ കൂടിയിരിക്കുകയും ഐക്യകണ്ഠേന തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്തിരുന്നത്. ഞങ്ങൾ ഇത് ഒരു കാരണവശാലും ഇതിന്റെ സ്റ്റാറ്റസ് കോ മാറ്റിമറിക്കുകയോ ഞങ്ങൾ വിമതരായി മത്സരിക്കുകയോ തീരുമാനിച്ചിട്ടില്ല. UDF ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം ഒന്നിച്ചു കൊണ്ട് നോമിനേഷൻ കൊടുത്തതിന് ശേഷമാണ് ഈ ഞങ്ങൾക്ക് തന്ന 2 സീറ്റിൽ നോമിനേഷൻ കൊടുക്കപ്പെട്ടിട്ടുള്ളത്. ആ 2 സീറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഉദ്യോഗസ്ഥരുടെ ഒരു ഡയറക്ടർഷിപ്പും ഒന്ന് പ്രസിഡന്റുമാരുടെ ഡയറക്ടർഷിപ്പുമാണ്. അത് ഞങ്ങൾക്ക് തന്ന സീറ്റിൽ മാത്രമാണ് അവർ നോമിനേഷൻ കൊടുത്തത്. അങ്ങനെയാണ് 11 സീറ്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് 11 സീറ്റിലേക്ക് മുസ്ലിം ലീഗ് നോമിനേഷൻ കൊടുത്തില്ല? ആറ് സീറ്റുകൾ നേരത്തെ LDF. അങ്ങനെയാണെങ്കിൽ 6ഉം 5ഉം ആണെങ്കിൽ എല്ലാ സീറ്റിലേക്കും നോമിനേഷൻ കൊടുക്കേണ്ടത്. അത് കൊടുത്തിട്ടില്ലല്ലോ. അവർ കൊടുത്തുള്ള കോൺഗ്രസിന് വിട്ടു തന്ന 2 സീറ്റിൽ മാത്രമാണ്. അതിനാണ് ഞങ്ങൾ പ്രതിഷേധം. ആ പ്രതിഷേധം ഞങ്ങൾ ഔദ്യോഗികമായി MLA അറിയിക്കുകയും MLA കോംപ്രമൈസ് നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇതിനുമായി ബന്ധപ്പെട്ട് പരാതികൾ കൊടുത്തിട്ടുണ്ട്. ആ പരാതി ഒന്നും പരിഗണിക്കാതെ 25-ാം തീയതി കൊടുത്ത നോമിനേഷൻ 25-ാം തീയതി മുതൽ
പിന്നെ ഇതുവരെ 9-ാം തീയതി വരെ ഇതിനൊരു പരിഹാരം ഉണ്ടാകും, ചർച്ചയ്ക്ക് വിളിക്കും, പരിഹാരം ഉണ്ടാക്കുമെന്ന് ഇത് ഞങ്ങൾ നോക്കിയിരുന്നു. ഇന്നലെയാണ് ഞങ്ങൾ ബഹിഷ്കരിക്കാനുള്ള തീരുമാനം എടുത്തത്. അല്ലാണ്ട് നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി അല്ല, ഞാൻ പറയട്ടെ, ലീഗ് ബാക്കിയുള്ള മൂന്നും ബാക്കി രണ്ടിലും മത്സരിക്കണമെന്ന് നിങ്ങൾ ഇന്നലെയാണോ അറിയുന്നത്? അല്ലല്ല, അവര് നോമിനേഷൻ കൊടുത്തു. അവര് 6 സ്ഥലത്തേക്ക് ഞാൻ നോമിനേഷൻ കൊടുത്തു. അതായത് 5 സീറ്റാണുള്ളത്. 3 ലീഗിനും 5 2 കോൺഗ്രസ്. ഈ 2 സീറ്റിലേക്കും അവര് വിമതന്മാരെ കൊടുക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഞങ്ങളുടെ തെറ്റല്ല. UDF സംവിധാനം പെരിന്തൽമണ്ണയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു സംശയമില്ല. UDFന് ഞങ്ങൾ എതിർന്നിട്ടില്ല. UDFന്റെ പെരിന്തൽമണ്ണ നിയോജകമണ്ഡലം കമ്മിറ്റിയുമായി ഞങ്ങൾക്ക് പരാതിയില്ല. ഞങ്ങൾ കൊടുത്ത സീറ്റിൽ ഏകപക്ഷീയമായി മുസ്ലിം ലീഗിന് ജില്ലാ സെക്രട്ടറിയുടെ നോമിനികളായ ആളുകൾക്ക് എതിരെ നോമിനേഷൻ കൊടുത്തതിന്റെ പരാതിയാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ആ നോമിനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചർച്ച നടത്താൻ ഈ താലൂക്ക് കഴിഞ്ഞാൽ ജില്ലാ കമ്മിറ്റി ഉണ്ടല്ലോ, ജില്ലാ UDF കമ്മിറ്റിയിൽ പരാതി കൊടുത്തിട്ടില്ല, സംസ്ഥാന UDF കമ്മിറ്റി പരാതി കൊടുത്തിട്ടില്ല, കോൺഗ്രസ് ഇങ്ങനെ ചെയ്തു എന്ന് പരാതി കൊടുത്തില്ല. ആ പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ പിന്നെ പാർട്ടിക്ക് ഞങ്ങൾ ഈ താലൂക്കിലെ ബ്ലോക്ക് പ്രസിഡന്റുമാരും ജില്ലാ സെക്രട്ടറിമാരടക്കം ഒപ്പിട്ട പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പരാതിക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പിന്നെ ഇവര് ഏകപക്ഷീയമായി ഞങ്ങൾ ഈ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കും എന്നുള്ള തീരുമാനമായി മുന്നോട്ട് പോയതാണ് ഈ സർക്കിൾ യൂണിയൻ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ട്. അല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDFൽ വിള്ളൽ ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. UDFന്റെ ഇവിടെ ഐക്യകണ്ഠേനമുള്ള പോക്കിനെ, ഈ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനം എടുത്തു പോയത് ഇതിനെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകണമെന്ന് ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ജില്ലാ സെക്രട്ടറിയാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വേറെ ലീഗ് വേറെ ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ ഐക്യകണ്ഠേന UDF എന്ന പ്രസ്ഥാനം ഞങ്ങൾ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ ഞങ്ങൾ ടീം UDF ആണ് എല്ലാ തെരഞ്ഞെടുപ്പിലും നേരിട്ടുള്ളത്. ഇനിയും തുടർന്ന് അങ്ങനെ തന്നെ പോകും. പക്ഷേ ഏകപക്ഷീയമായ ഈ നിലപാട് എടുത്തതിനെതിരെയാണ് ഞങ്ങളെ പ്രതിഷേധം. അത് ഞങ്ങൾ പരാതിയായി പിന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ആ പരാതിക്ക് പരിഹാരം കാണാനോ അതിനൊരു ചർച്ച നടത്താൻ പോലും ഈ നേതൃത്വം തയ്യാറായില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഏതായാലും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന് അത് എല്ലാവർക്കും അവർ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഭരണത്തിൽ കയറി UDF ഭരണത്തിൽ കയറി ഇപ്പോൾ ഈ ഫസ്റ്റ് കുറച്ചേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ഇങ്ങനെയുള്ള അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒരു പരിധിവരെ ഭരണത്തിലെ പ്രധാനപ്പെട്ട ആളുകൾക്ക് പോലും, ഈ സഹകരണ വകുപ്പ് മന്ത്രിയൊക്കെ അത് വലിയ സംഭവം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നേരത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കളും പറഞ്ഞു, അതിന്റെ ഭാരവാഹികളും പറഞ്ഞു, കോൺഗ്രസിന്റെ പ്രവർത്തകരും ഭാരവാഹികളും പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന ഇപ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നു, മുസ്ലിം ലീഗിന്റെ ഒരു ജില്ലാ ജനറൽ സെക്രട്ടറി ഏകാധിപത്യപരമായ നിലപാടെടുത്ത് കോൺഗ്രസിന് അനുവദിച്ചു നൽകിയ, എല്ലാവരും MLA നേതൃത്വത്തിൽ ചർച്ച നടത്തി കോൺഗ്രസിന് വിട്ടു നൽകിയ 2 സീറ്റ് ലീഗ് വിമതരെ നിർത്തി അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഏതായാലും ടീം UDF ഒറ്റക്കെട്ടായി. ഇവിടെ UDFൽ വിള്ളൽ ഉണ്ടാക്കുന്ന കാര്യത്തിലൊന്നും കോൺഗ്രസ് ഒരിക്കലും അതിന് കൂട്ടുനിൽക്കില്ല. ടീം UDF ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഏകാധിപത്യപരമായ നിലപാടുകളും അടിച്ചേൽപ്പിക്കലും, അതിനെതിരെ പ്രതിഷേധമുണ്ട്. അത് ബന്ധപ്പെട്ട ഉന്നത നേതൃത്വം ഇടപെട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നുകൂടി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് വിജയിച്ചു കഴിഞ്ഞാലും എല്ലാവരും ഒന്നാണ് എന്ന ചിന്ത ഉണ്ടാകണമെന്നും കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ജബ്ബാർ വേണാട്, 1 ന്യൂസ്, പെരിന്തൽമണ്ണ. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.